നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. UDF അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. വള്ളിശ്ശേരി നന്മ ഹാളിലായിരുന്നു കൺവെൻഷൻ. LDF ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. രണ്ടാമത് സൗത്ത് ഇന്ത്യൻ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കുമിത്തെ വിഭാഗം മത്സരത്തിൽ സ്വർണം നേടിയ ശിവാനി സുമേഷിനും വെള്ളി നേടിയ ശാന്തനു സുമേഷിനും ആദരം. വാർത്തകൾ വിശദമായി. UDF അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. വള്ളിശ്ശേരി നന്മ ഹാളിലായിരുന്നു കൺവെൻഷൻ. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൻ്റെ നടുനായകനായിട്ടുള്ള വീര കൃഷ്ണദത്തൻ്റെ ജന്മസ്ഥലം, കർമ്മമണ്ഡലം. രണ്ട്, സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധമില്ലാത്ത, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത, അക്കാലത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രവർത്തിച്ച ഇന്നത്തെ BJP, പഴയ കാലത്ത് ഹിന്ദു മഹാസഭ, ആ ഹിന്ദു മഹാസഭയുടെ പിൻഗാമികളായ RSSഉം BJPയും നേതൃത്വം നൽകുന്നൊരു പഞ്ചായത്തായി അവണിശ്ശേരി മാറി എന്നുള്ളത് വളരെയേറെ ചർച്ചാ വിഷയമായിട്ടുള്ള. അതുകൊണ്ട് ഒന്ന്, വിയാറിനോടുള്ള നമ്മുടെ ആദരവ്, നമ്മുടെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ മാതൃക തലമുറകൾക്ക് പകർന്നു നൽകാനുള്ള നിശ്ചയദാർഢ്യം. അവണിശ്ശേരി പഞ്ചായത്തിൽ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഉറപ്പിച്ചെടുക്കുക എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം. രണ്ട്, സ്വാതന്ത്ര്യ സമര നായകനായ VR കൃഷ്ണദത്തൻ്റെ ആ സ്മരണ തുടിക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ VR കൃഷ്ണദത്തൻ്റെ ആദർശങ്ങൾക്ക്, നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ സമീപനം സ്വീകരിച്ചുകൊണ്ടുന്ന BJPക്ക് യാതൊരു പ്രസക്തിയുമില്ല. അവർക്ക് അവണിശ്ശേരിയുടെ മണ്ണിൽ ഒരു പ്രാധാന്യവുമില്ല. UDF മണ്ഡലം ജനറൽ കൺവീനർ പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുഖ്യാതിഥിയായി. അപ്പോൾ ഇനി അത്തരം അബദ്ധം പറ്റില്ല എന്ന് തൃശ്ശൂരിലെ ജനങ്ങളും സംസ്ഥാനത്തെ ജനങ്ങളും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവണിശ്ശേരിയിലെ ഈ അവണിശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങളും ആ ഒരു അബദ്ധം ഇനി ആവർത്തിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരിക്കണം പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത്. അവണിശ്ശേരി ദത്തെടുത്ത പഞ്ചായത്താണെന്ന് പറയുന്നത്. ദത്തെടുത്ത പഞ്ചായത്ത്, ദത്തെടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, സ്വന്തം കുട്ടികളുടെ സ്നേഹം ദത്തെടുത്തതിനോട് ഉണ്ടാവില്ല. അത് അവണിശ്ശേരിയിൽ കാണാനുണ്ട്, പലപ്പോഴും സംഭവിക്കാനുള്ളതാണല്ലോ. ദത്തെടുത്തതിന്റെ എല്ലാ കുഴപ്പവും അവണിശ്ശേരിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം അവണിശ്ശേരിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതല്ലെങ്കിൽ സാധാരണ സ്വന്തം എല്ലാവർക്കും കിട്ടുന്നത് പോലെ കിട്ടേണ്ടതുപോലെ ഇത് അവണിശ്ശേരിക്ക് കിട്ടുന്നില്ല എന്ന യാഥാർത്ഥ്യം. എന്നിട്ടിപ്പോ ജനങ്ങളുടെ മനസ്സറിയാൻ വേണ്ടി ചില ആളുകൾ കലിങ്കിൽ കയറിയിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ കലിങ്കിൽ കയറിയിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഒന്നിനും കൊള്ളാത്ത ആളുകളാണ്. ഒരു പണിയില്ല. വൈകുന്നേരം കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ ചേർന്ന് കട്ടിടാന്ന് പരിപാടിയുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ നാട്ടിൽ ഒരു പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത ആളുകളാണ് കലിങ്കിൽ കയറിയിരിക്കുക. ആ നാട്ടിൽ മാന്യന്മാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വരുന്ന കല്യാണം മുടക്ക്, പെൺകുട്ടികളെ കമന്റ് അടിക്കുക,
ഇത്യാദി പരിപാടികൾ ചെയ്യുന്ന ആളുകളാണ് കരിങ്കിൽ കയറിയിരിക്കുന്നത്. ഈ കരിങ്കിൽ കയറി നിന്നിട്ട് ജനങ്ങളുമായി സംവാദം നടത്തുന്നു എന്നാണ് പറയുന്നത്. അവിടെ പോകുന്ന ആളുകൾക്ക് മുഴുവൻ കിട്ടുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. UDF മണ്ഡലം ചെയർമാൻ അനൂപ്, DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, സുനിൽ ലാലൂർ, ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി CK വിനോദ്, CK നന്ദകുമാർ, രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, AB അനീഷ്, KR ശ്രീനിവാസൻ, അഖിൽ നടുവത്ത് എന്നിവർ സംസാരിച്ചു. LDF ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ VS സുനിൽകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ റോൾ എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉത്തരവാദിത്വം എന്താണ്, അവരുടെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ ജനാധിപത്യത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? മറ്റ് ബഹുജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രവർത്തകർക്ക് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വളരെ വളരെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മളിപ്പോൾ ജനങ്ങൾ ആണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. അത് പഞ്ചായത്തിലാണെങ്കിൽ, ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ, ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ, നിയമസഭയിലാണെങ്കിൽ, പാർലമെന്റിലാണെങ്കിൽ അവിടെയൊക്കെ ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. പക്ഷെ ആ ജനപ്രതിനിധി തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം എന്നതിനെ സംബന്ധിച്ച് നിർദ്ദേശം വയ്ക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഇവിടെ ഇരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് CPIയോ CPMോ നമ്മുടെ ഘടകകക്ഷിയായിരുന്ന ആളുകൾ നമ്മുടെ മുന്നണി എന്ന പോലെ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് മുമ്പാകെ നമ്മുടെ സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കുന്നു. സ്ഥാനാർത്ഥികളെ മാത്രമല്ല നമ്മൾ അവതരിപ്പിക്കുന്നത്. ആ സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ പറ്റി അവരോട് പറയാൻ കാരണം, നമുക്ക് ഭരണം കിട്ടിയാൽ ആ ഭരണം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെയാണ് നടത്താക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ജനങ്ങളെ സമീപിക്കുക. M നാരായണദാസ് അധ്യക്ഷനായി. AS ദിനകരൻ, KK രാജേന്ദ്രബാബു, CC മുകുന്ദൻ MLA, KK അനിൽ, M ജയകൃഷ്ണൻ, PS സനദ്, PA ഷാജഹാൻ, VM വിനോദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ CS സംഗീത, അമ്പിളി വേണു, PK ലോഹിതാക്ഷൻ, AV സഹദേവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി PK ലോഹിതാക്ഷൻ, പ്രസിഡന്റായി M നാരായണദാസ്, ട്രഷററായി അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. രണ്ടാമത് സൗത്ത് ഇന്ത്യൻ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കുമിത്തെ വിഭാഗം മത്സരത്തിൽ സ്വർണം നേടിയ ശിവാനി സുമേഷിനും വെള്ളി നേടിയ ശാന്തനു സുമേഷിനും ആദരം. പാറളം 9ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആദരം നൽകിയത്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കരാത്തെ ചാമ്പ്യൻഷിപ്പിലാണ് സുമേഷും ശാന്തനു സുമേഷും മികച്ച നേട്ടം സ്വന്തമാക്കിയത്. ചേർപ്പ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CK വിനോദ് ആദരം നിർവഹിച്ചു. പാർലം പഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ KB സുനിൽ, റിൻസി സുബീഷ്, ഡെന്നസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമ്പൂർണ്ണ മദ്യലഹരി വിമുക്ത ഭവനങ്ങളുള്ള ഇടവകയായി കോടന്നൂർ സെയിന്റ് ആന്റണീസ് പള്ളി. ഇടവകയിലെ 151 വീടുകളെയാണ് മദ്യലഹരി വിമുക്തമായതായി പ്രഖ്യാപിച്ചത്. കോടന്നൂർ ഇടവകയുടെ ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ചായിരുന്നു പ്രഖ്യാപനം. ഇടവകയിലെ മദ്യവിരുദ്ധ സമിതിയുടെ സഹകരണത്തോടെയാണ് മദ്യ ലഹരി വിമുക്ത വീടുകളുടെ പ്രഖ്യാപനം നടത്തിയത്. മാർ ബോസ്കോ പുത്തൂർ മദ്യലഹരി വിമുക്ത വീടുകളുടെ പ്രഖ്യാപനം നിർവഹിച്ചു. മദ്യലഹരി വിമുക്ത വീടുകളുടെ സർട്ടിഫിക്കറ്റും സ്റ്റിക്കറും അദ്ദേഹം വിതരണം ചെയ്തു. ഇടവക വികാരി ഫാദർ ആന്റണി ആലുക്ക ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത പ്രസിഡന്റ് VM അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് ജോസ് വടക്കേത്തല, മുൻ അതിരൂപത പ്രസിഡന്റ് CP ഡേവിസ്, ഒല്ലൂർ ഫൊറോന പ്രസിഡന്റ് ബെന്നി പുളിക്കൻ, ഇടവക മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് NV ജോസഫ്, സെക്രട്ടറി ജോഷി വലച്ചിറക്കാരൻ, ജയ്മോൻ, CV ജോസഫ്, പോൾ മുത്തിപ്പിടിക, AP ആനി എന്നിവർ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. നവാഗതനായ അനന്തു കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ക്ലബ് സ്റ്റോറിയുടെ ചിത്രീകരണം പെരിഞ്ചേരിയിൽ ആരംഭിച്ചു. പെരിഞ്ചേരി ALP സ്കൂളിലാണ് സിനിമയുടെ പൂജ നടന്നത്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഭദ്രദീപം തെളിയിച്ചു. ഒരു ഗ്രാമത്തിൽ ചേർന്ന് ഗ്രാമീണരെല്ലാം ചേർന്നൊരു സിനിമ ഉണ്ടാക്കുന്നു. അത് നിങ്ങളുടെ എല്ലാവരും സഹകരണത്തോടുകൂടി നമ്മുടെ കുട്ടി അധികം പേരിട്ട് അതിലെല്ലാ കരുത്തും
നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം, സഹായം വേണം, സഹകരണം വേണം. ഒരാളും അതിന് മാറി നിൽക്കാതെ 100% സഹകരണത്തോട് നല്ലൊരു സിനിമയായിട്ട് ഇത് വരട്ടെ. അതിനെല്ലാ ആശീർവാദങ്ങളും നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. നല്ല സൂചന ഈ നേരം വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഭഗവാൻ തോന്നുന്നൊരു സർക്കാർ ചെയ്യാൻ കഴിയുന്നില്ല. അതിന് വരാൻ പറ്റി അതിഗംഭീരമായിട്ട് നടക്കട്ടെ. അനുഗ്രഹത്തോടെ എല്ലാവരും പ്രാർത്ഥനയും അതോടൊപ്പം വേണം, സഹകരണം വേണം. പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. പെരിഞ്ചേരി ഗ്രാമവും ഗ്രാമവാസികളും പശ്ചാത്തലമാക്കിയാണ് ക്ലബ് സ്റ്റോറി എന്ന സിനിമ ഒരുക്കുന്നത്. നാട്ടുകാരൻ കൂടിയായ ഷാൻദേവാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതും പെരിഞ്ചേരി നിവാസികളാണ്. എഡിറ്റിംഗ് കപിൽ കൃഷ്ണയും സംഗീത സംവിധാനം സുബിൻ ജേക്കബും നിർവഹിക്കുന്നു. തൃശൂർ തഗ് ഗഡികൾ AJ98 യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തരായ ചെത്തിപ്പൂ, ജോസേട്ടൻ എന്നിവരും സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. പെരിഞ്ചേരി എന്ന ഗ്രാമീണ ഹൃദയഭൂമികയിൽ നിന്ന് സിനിമാ ലോകത്തേക്കുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ ആദ്യ കാൽവെപ്പ് കൂടിയാണ് ക്ലബ് സ്റ്റോറി. എടത്തുരുത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. എടത്തുരുത്തി 2ാം വാർഡിൽ മത്സരിക്കാനിരുന്ന കോൺഗ്രസിലെ ഇർഷാദ് വലിയകത്ത് നൽകിയ പത്രികയാണ് വരണാധികാരി തള്ളിയത്. ക്രിമിനൽ കേസിൽ ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി ഇർഷാദിനെ 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യതയായി പരിഗണിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ഹിയറിംഗിന് ശേഷമാണ് റിട്ടേണിംഗ് ഓഫീസർ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ഇതോടെ ഡമ്മിയായി പത്രിക നൽകിയ ഷാജഹാൻ പുഴങ്കര ഇല്ലത്ത് 2ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ പ്രതിഷേധം. കോൺഗ്രസാണ് പ്രതിഷേധം ഉയർത്തിയത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇർഷാദിന്റെ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. CPIMന്റെ നിർദ്ദേശമനുസരിച്ചാണ് പത്രിക തള്ളിയിരിക്കുന്നത്. നിസ്സാരമായ കേസിലാണ് ഇർഷാദിനെ കോടതി ശിക്ഷിച്ചിട്ടുള്ളതെന്ന് DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, അഡ്വക്കേറ്റ് PH മഹേഷ്, മണ്ഡലം പ്രസിഡന്റ് KK രാജേന്ദ്രൻ എന്നിവർ പറഞ്ഞു. അതേസമയം ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചിരുന്ന ഷാജഹാൻ പുഴങ്കര ഇല്ലത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഏത്തായിൽ നടന്നു. 251 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ കൺവെൻഷൻ തിരഞ്ഞെടുത്തു. ഏത്തായി ശ്രീനാരായണ ഹാളിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയഗിരി ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ ഘോഷ് തുഷാര അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ, ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AT നേന, UDF നേതാക്കളായ സുബൈർ വലിയകത്ത്, ഉണ്ണികൃഷ്ണൻ കാര്യാട്ട, CA ഗോപാലകൃഷ്ണൻ, ഉബൈദ് ചേറ്റുവ, RM സിദ്ദിഖ്, PM റാഫി, അക്ബർ ചേറ്റുവ, AC സജീവ്, സുന സന്തോഷ്, നൌഷാദ് കൊട്ടിലിങ്ങൽ എന്നിവർ സംസാരിച്ചു. കൺവെൻഷനിൽ ചെയർമാൻ ഘോഷ് തുഷാര, ജനറൽ കൺവീനർ സുബൈർ വലിയകത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 251 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. UDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ചന്ദ്രാപിന്നി ചുപ്പി മാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ICC സെക്രട്ടറി TN പ്രതാപൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സജയ് വയനപ്പിള്ളിൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. നൌഷാദ് ആറ്റുപറമ്പത്ത്, SA സിദ്ദിഖ്, K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, PD സജീവ, KK രാജേന്ദ്രൻ, ഉമറുൽ ഫാറൂഖ്, EK മുഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് ഡേവിസ് മാളിയക്കൽ, സലിം പുറക്കുളം, TA നാസിമുദ്ദീൻ, PM സലീം എന്നിവർ സംസാരിച്ചു. ചാത്തകുളം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29-ന് ശനിയാഴ്ച മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. സൗജന്യ നേത്രരോഗ, ജീവിതശൈലി രോഗ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ EK നായനാർ കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ് നടക്കുക. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുക. തൃശൂർ മാക്കയർ പോളിക്ലിനിക്കിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ സൗജന്യ നേത്രരോഗ പരിശോധന, ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന എന്നിവയ്ക്കൊപ്പം ഡോക്ടറുടെ സേവനവും ക്യാമ്പിൽ ഉണ്ടാകും. കണ്ണടകൾ, തിമിര ശസ്ത്രക്രിയ എന്നിവയ്ക്ക് പ്രത്യേക ഇളവുകൾ ലഭിക്കും. കൂടാതെ മറ്റ് ലാബ് പരിശോധനകൾക്ക് 20% ഇളവും ലഭിക്കുന്നതാണ്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 8891117015 7025
039406 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വെങ്ങിനിശ്ശേരി വിളക്കുംകാൽ സ്വദേശി കക്കാരുവളപ്പിൽ വീട്ടിൽ ഭാസ്കരൻ നായർ നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം പാറേമക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,470 രൂപ, പവന് 91,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. UDF അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. വള്ളിശ്ശേരി നന്മ ഹാളിലായിരുന്നു കൺവെൻഷൻ. LDF ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. രണ്ടാമത് സൗത്ത് ഇന്ത്യൻ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കുമിത്തെ വിഭാഗം മത്സരത്തിൽ സ്വർണം നേടിയ ശിവാനി സുമേഷിനും വെള്ളി നേടിയ ശാന്തനു സുമേഷിനും ആദരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.